ഞാൻ പറയുന്നത് കരിവണ്ണൂർ ബാങ്ക്, രാജീവിൻ്റെ വീട്, അദ്ദേഹം പിന്നീടാണ് എറണാകുളത്തുകാരനായത്. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രദേശമാണ് ഈ കരിവണ്ണൂർ ബാങ്കിൽ. ഒരു ലോണ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന അത്ര വലിയ വാർത്തയാണ്. ഞാൻ ഇന്ന് എൻ്റെ അടുത്തൊരാൾ വന്നിരിക്കുന്നത് ഒരു ലോൺ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വലിയ കഷ്ടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, അർഹതപ്പെട്ടതാണ് ലോണ്. പക്ഷേ ഇപ്പോൾ കീറി മുറിച്ച് ലോൺ അനുവദിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ പ്രസിഡന്റോട് പറഞ്ഞ് ലോണ് വാങ്ങിത്തരാൻ സാധിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞത് ആ രാജീവൻ പണ്ടെപ്പോൾ എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ലോൺ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതാണോ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റം? ഞാനത് അദ്ദേഹം ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതാണോ പ്രശ്നം? എത്രമാത്രം നമ്മളതാ കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമല്ലേ? അത് കേരളത്തിൻ്റെ ആകെ രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിൻ്റെ വലിയൊരു വ്യവസായ വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന നിയമമന്ത്രി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു വാർത്ത കൊടുത്ത് എന്തിനാ കളങ്കപ്പെടുത്തുന്നത്? ഇ.ഡി. പലതും പരിശോധിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇ.ഡി. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇ.ഡി. അന്വേഷണത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞതുകൊണ്ട് അയാൾ കുറ്റക്കാരാവൂ. ഇപ്പോൾ നമ്മുടെ വാർത്ത എഴുതി എന്തോ രാജീവൻ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി വലിയ കുറ്റം ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനല്ലേ നോക്കിയത്? ഇതെന്ത് പത്രധർമ്മ? നിങ്ങൾ ആ വാർത്ത മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ നോക്കും, നിങ്ങളുടെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട് ശുപാർശക്ക്. ഞാനിന്ന് എൻ്റെ അടുക്ക വന്ന അവിടെ പറഞ്ഞു, ആ രാജീവൻ ഇതാ ഒന്നും ചെയ്യാതെ ആ പാവം ഇന്ന് പത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, എന്തിനാ ഞാനും ആ വഴിക്ക്? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇത് കഴിഞ്ഞിട്ടല്ല, യാദൃച്ഛികമായിട്ടൊരാൾ നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഒരാൾ വന്നതാണ്. നമ്മുടെ നാട്ടിൽ വായ്പ വാങ്ങാൻ ആൾ വരും, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സഹായത്തിന് വരും, ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരും. ഇങ്ങനെ എത്രയെത്ര അപേക്ഷകളും പരാതികളും നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് മനസ്സ് നൊന്ത് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു പോയാൽ അതാണോ ഏറ്റവും വലിയ കുറ്റം? എങ്ങനെയാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത്? അതുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടതുപക്ഷത്തോട് സഹകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകളെ കളങ്കപ്പെടുത്തരുത്, കളങ്കപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ ഉപയോഗിക്കരുത്. അതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം.